2011 ഫെബ്രുവരി മുതൽ മലയാളികളും ലോകത്തുള്ള ആളുകളുമൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കൈ മാത്രമുള്ള, ഒരു കൈക്ക് പകുതി ഒറ്റ കയ്യനായിട്ടുള്ള, ട്രെയിനിൽ യാത്രയിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ഗോവിന്ദച്ചാമിയുടെ പിന്നിൽ ആരാണ്? കഴിഞ്ഞ 2011 ശേഷം 14 വർഷമായി അതേ ചോദ്യം തന്നെ വീണ്ടും ചോദിക്കേണ്ടി വരുന്നു. ആരാണ് ഗോവിന്ദച്ചാമിയുടെ പിന്നിൽ? ആളൂരിനെ പോലെ ലക്ഷങ്ങൾ തുക വാങ്ങുന്ന, വക്കീൽ ഫീസ് വാങ്ങുന്ന വക്കീലന്മാരെ വച്ച് എങ്ങനെയാണ് നമ്മുടെ ഈ ഗോവിന്ദച്ചാമിക്ക് കേസ് പറയാൻ പറ്റിയത്? ഗോവിന്ദച്ചാമിയെ പിടിച്ചത് തന്നെ വലിയ അത്ഭുതമാണെന്ന്. വല്ലാത്ത രീതിയിൽ രക്ഷപ്പെടുമായിരുന്നു. അതിനെ സംബന്ധിച്ച് അന്ന് പിടിച്ചിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ പിന്നെ റിട്ടയർ ആയതിനു ശേഷം മനസ്സ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു പോലീസിൽ അദ്ദേഹത്തെ പിടിക്കാതിരിക്കുക, അതേപോലെ ഈ നമ്മുടെ സ്വാമിയെ പിടിക്കാതിരിക്കാൻ. അത് കഴിഞ്ഞ് സ്പെഷ്യൽ സെഷൻസ് കോടതിയിൽ കേസ് പറഞ്ഞു. അതിനും നല്ല തുക വേണം. അത് കഴിഞ്ഞ് 5 വർഷം കൊണ്ട് സുപ്രീം കോടതി പോയി കേസ് പറഞ്ഞിട്ടാണ് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അത് കഴിഞ്ഞ് കണ്ണൂർ ജയിലിലേക്ക് അടച്ചു. ഒറ്റ കൈയുള്ള ഒരാൾ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി, മാസങ്ങളായി ഭക്ഷണം കുറച്ച് കഴിക്കുന്നു, മെലിയുന്നു, സൈസ് ചെറുതാകുന്നു. അപ്പോൾ എപ്പോഴാണിത് തയ്യാറെടുപ്പ് നടത്തിയത്? ജയിലിൽ 24 മണിക്കൂറും CCTV വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ 24 മണിക്കൂറും CCTV വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ, ഒരു കള്ളൻ അല്ലെങ്കിൽ ഒരു കൊള്ളക്കാരൻ അല്ലെങ്കിൽ ഒരു കൊലപാതകി അല്ലെങ്കിൽ ഒരു ക്രിമിനൽ അകത്ത് കിടന്നാൽ അയാളുടെ ഓരോ ചലനവും ശ്രദ്ധിക്കില്ലേ? അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് കാണത്തില്ലേ? ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ പരിശോധന നടത്തില്ലേ? ഒരാൾ ക്രമാതീതമായി ഉണങ്ങുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ കാരണമെന്ന് അന്വേഷിക്കത്തില്ലേ? അപ്പോൾ ഇയാളെ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഏത് സംവിധാനമാണ് സപ്പോർട്ട് ചെയ്യുന്നത്? വളരെ ഗൗരവമായ ഒരു ചോദ്യമാണ്. ഒറ്റ കൈയുള്ള ഒരാൾ, വെളുപ്പാങ്കാലത്ത്, അത് 4 മണി എന്ന് പറയുന്നത് 4 മണിക്കാണ് സംഭവിച്ചു എന്നാണ് പറയുന്നത്. 6 മണിക്കാണ് പുറത്തിറങ്ങിയതെങ്കിലും 4 മണി എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും ആളുകൾ പലരും ഉണരുന്ന സമയമാണ്, പാതിരാത്രി അല്ല. 3:30-4 മണിയൊക്കെ ആകുമ്പോൾ പലരും ഉണരും. അങ്ങനെ 4 മണിക്ക് പലരും ഉണരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആഴത്തിലുള്ള ഉറക്കം പോയിട്ടുള്ള സമയത്ത്, 24 മണിക്കൂറും CCTV ഉള്ള നാട്ടിൽ, ജയിലിൽ ഇത്രയും പൊക്കമുള്ളൊരു മതിൽ ചാടിക്കിടക്കണമെങ്കിൽ ആരാണ് ഗോവിന്ദച്ചാമിയെ സഹായിച്ചത്? മാത്രമല്ല, ഗോവിന്ദച്ചാമി 1 മാസത്തിന് മുമ്പ് ആസൂത്രണം നടത്തിയെന്നും ഗുരുവായൂരിൽ പോയി മോഷണം നടത്തി ആ പണവും സ്വർണവും എല്ലാം കൊണ്ട് നേരെ തമിഴ്നാട്ടിലേക്ക് വിടാൻ പരിപാടി ഇട്ടിരുന്നു. ആരാണ് ഇതിൻ്റെ പിന്നിൽ? ഗൗരവമായ ചോദ്യമാണത്. ഇത് കേവലം ഏതെങ്കിലും ഒരു പ്രതിയെ പിടിച്ചൊരു കേസല്ല. ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത്രയും വലിയ വാർത്തയാക്കിയില്ലായിരുന്നെങ്കിൽ, ജനങ്ങൾ ഇടപെടാതിരുന്നെങ്കിൽ അയാൾ കിണറ്റിൽ തന്നെ കണ്ടേനെ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടേനെ. അപ്പോൾ പോലീസ് സംവിധാനം എന്തായാലും അലർട്ട് ചെയ്തു. അവർ ഒരുപാട് അലർട്ട് ചെയ്തു. അവർ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലൊക്കെ അലർട്ട് പോയി. മറ്റ് 2 സ്റ്റേറ്റിലെ DGPമാരെ നമ്മുടെ DGP വിളിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അവർ. പക്ഷെ അപ്പോഴും പിടിക്കപ്പെട്ടത് ജനങ്ങളുടെ സഹായത്താലാണ്. ജനങ്ങളാണ് പിടിച്ചു കൊടുത്തത്. മാത്രമല്ല, മീഡിയകൾ വലിയ തോതിലാണ് ഇദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്നത്. ഇദ്ദേഹം ഉണ്ടോ, എവിടെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ സമ്മർദ്ദമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്. എന്തായാലും ആരാണ് ഗോവിന്ദച്ചാമിയുടെ പിന്നിൽ എന്നുള്ളത് അറിയാൻ മലയാളിക്ക് താല്പര്യമുണ്ട്. കാരണം വലിയ ലഹരി മാഫിയയുടെ ബന്ധം ഉണ്ട് എന്നാണ് അന്നും ഇന്നും പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഗോവിന്ദച്ചാമിയെ പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചത് ആരൊക്കെ, ഏതൊക്കെ കണ്ണികൾ? ഇപ്പോൾ അവിടുത്തെ ഡെപ്യൂട്ടി പ്രസൻ ഓഫീസറായിട്ടുള്ള രതീഷിനെയും അസിസ്റ്റൻ്റ് പ്രസൻ ഓഫീസർമാരായ അഖിലിനെയും സഞ്ജയിനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ അഖിലിലാണ് 24 മണിക്കൂറും ഈ CCTV സർവൈലൻസ് നോക്കാനുള്ള ചുമതല. അതിനപ്പുറം എന്താണ് ശരിക്കും കണ്ണൂരിൽ സംഭവിച്ചത്, ജയിലിൽ സംഭവിച്ചത്? സാധാരണ എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്, ആ കണ്ണൂർ ജയിൽ ഒരു ചെറിയ ജയിലാക്കി മാറ്റിയിട്ട് അത് മറ്റാവശ്യങ്ങൾക്ക് ജയിലിലെ സ്ഥലം ഉപയോഗിച്ചിട്ട് അത് കാസർകോട്ടേക്കോ കോഴിക്കോട്ടേക്കോ മാറ്റണം ആ ജയിൽ. കാരണം കണ്ണൂരിൽ ഈ ജയിലെന്ന് പറയുന്നത് ഒരു സർവതന്ത്ര സ്വാതന്ത്ര്യമുള്ള, പ്രത്യേകിച്ച് രാഷ്ട്രീയ തടവുകാർക്കും ഇതുപോലത്തെ ക്രിമിനലുകൾക്കുമെല്ലാം വലിയ സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ജയിലായി അത് മാറിയിട്ടുണ്ട്. അതല്ലെങ്കിൽ
സെൻട്രലൈസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റം അതിനകത്ത് ആലോചിക്കണം. അവിടെ നടക്കുന്ന ഓരോ ചലനവും തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് വളരെ സെൻട്രലൈസ്ഡ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. ആ നിലയിലേക്കുള്ള മോണിറ്ററിംഗ് സിസ്റ്റം തിരുവനന്തപുരം ജയിൽ വകുപ്പ് തിരുവനന്തപുരത്ത് ആലോചിക്കണം. കേരളത്തിലെ എല്ലാ ജയിലുകളുടെയും മോണിറ്ററിംഗ്, TV സർവലൻസ് വെച്ചിട്ടുള്ള മോണിറ്ററിംഗ് തിരുവനന്തപുരത്ത് ആലോചിക്കണം. അങ്ങനെ ഒരു റൂം തിരുവനന്തപുരത്ത് തുറക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. ചെറിയ ചലനം പോലും നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. കാരണം കൊടും ക്രിമിനലാണ് ചാടിയിട്ടുള്ളത്. അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്യാൻ ഇതൊരു സാധ്യതയില്ല. രണ്ട് കൈയുമുള്ള ഒരാളിന് പോലും ഇങ്ങനെ ഇത്രയും വലിയ കമ്പിയൊക്കെ വളച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തുറന്നോ പിന്നെ മതിൽ ചാടിയൊന്നും പോകാൻ കഴിയുകയില്ല. അപ്പോൾ പിന്നെ ഒറ്റ കൈയുള്ള ഒരാൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തത്, ആരാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളത് കൃത്യമായ അന്വേഷണം ആവശ്യമുണ്ട്. നടപടികളും അങ്ങനെ തന്നെ വരണം.